ഹായ്. 10th എക്സാം കഴിഞ്ഞു, +2 എക്സാം കഴിഞ്ഞു, അതേപോലെ ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഫൈനൽ ഇയർ കഴിഞ്ഞവരും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിയർ ഗൈഡൻസിനെ കുറിച്ചാണ്. നിരന്തരമായി നാം പല പരസ്യങ്ങളും കരിയർ ഗൈഡൻസിനെ കുറിച്ച് കാണാറുണ്ട്. ബേസിക്കലി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് ആൻഡ് കരിയർ? ജോബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഷോർട്ട് ടൈമായി കുറഞ്ഞ കാലഘട്ടത്തേക്ക് ഏൺ ചെയ്യാൻ വേണ്ടി, ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി നാം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ജോബ്. ജോബിൽ പലപ്പോഴും നമ്മുടെ പാഷൻ, ഇൻട്രസ്റ്റ്, സ്കിൽ, പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച കോഴ്സ് ഡയറക്റ്റായി ഇൻവോൾവ് ആയിക്കൊള്ളണമെന്നില്ല. താൽക്കാലികമായി പൈസ ഏൺ ചെയ്യുന്നതിന്, ക്യാഷ് ഏൺ ചെയ്യുന്നതിന് നാം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ജോബ്. കരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാഷൻ, ഇൻട്രസ്റ്റ്, സ്കിൽ ഇതിനെ അടിസ്ഥാനമാക്കി ഏത് മേഖലയിലേക്ക് നാം പോകണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അതിനനുയോജ്യമായ കോഴ്സ് പഠിച്ച് അതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നതിനെയാണ് കരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരിയറിൽ കണ്ടിന്യൂസ് ഗ്രോത്ത്, കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് സക്സസ്, ഈ 3 പ്രോസസ്സ് ഇൻവോൾവ് ആണ്. കണ്ടിന്യൂസ് ഗ്രോത്ത് മീൻസ് നമ്മുടെ കരിയറിൽ കണ്ടിന്യൂ ആയി വളർച്ച, മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ആ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അപ്ഡേഷൻ, അതിനനുയോജ്യമായ പഠനങ്ങൾ കണ്ടിന്യൂ ആയി പോയി നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാകുന്നതിന് സമൂഹത്തിനും വ്യക്തിപരമായും ഉപകാരപ്രദമായ രീതിയിൽ ഒരു പ്രൊഫഷണലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് കരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരിയർ ഗൈഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാഷൻ, ഇൻട്രസ്റ്റ്, സ്കിൽ ഇതിനെ അടിസ്ഥാനമാക്കി ഏത് മേഖലയിലേക്ക് നാം പോകണമെന്ന് തീരുമാനിക്കുന്നതിന്, അതിൻ്റെ അഡ്വൈസ് കിട്ടുന്നതിന്, അതിൻ്റെ സപ്പോർട്ട് കിട്ടുന്നതിനുള്ള ഒരു മെത്തേഡാണ് കരിയർ ഗൈഡൻസ്. I hope you understand job, career and career guidance. See you next.